വിവരങ്ങൾക്കായി റിനു ശ്രീധറിലേക്ക് പോകാം. റിനു ശ്രീധർ, ഇപ്പോൾ ദീപക് മോഹൻ പറഞ്ഞത് KL 52H8733 52H8733 ഇതൊരു മാരുതി സെലോറിയോ കാറാണ്, ചുവന്ന നിറമാണ്. കണ്ടെത്തുന്നതിന് എളുപ്പമല്ലേ? വയനാട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയോ അതോ വയനാട്ടിൽ തന്നെയുണ്ടോ? അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? 4 അംഗ സംഘമാണ് കാറിൽ ഉണ്ടായിരുന്നത്. കാറിന്റെ ഓണർഷിപ്പ് കുറ്റിപ്പുറ സ്വദേശി മുഹമ്മദ് റിയാസിന്റെ പേരിലാണ്. ഒരു ആദിവാസി യുവാവിനോട് ഇങ്ങനെയൊരു ക്രൂരത കാട്ടിയതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലേ? തീർച്ചയായും. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെതിരെ അതിക്രൂരമായ, അതായത് മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. ഇതിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. കാരണം മാനന്തവാടി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അല്ലാതെ മറ്റൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭിക്കുന്ന വിവരവും വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി OR കേളു കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നൽകുന്ന വിവരമനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നടപടിയെടുക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ചികിത്സയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ സൗജന്യമായി അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പട്ടിക വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അതാണ് ചെയ്തത്. രണ്ടാമതായി പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാനന്തവാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനം ട്രേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഹനത്തിൻ്റെ നമ്പർ കണ്ടെത്തി അതിൻ്റെ ഉടമയെ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ വാഹനം മറ്റാർക്കെങ്കിലും വിറ്റോ അല്ലെങ്കിൽ കച്ചവടം ചെയ്തോ, വാഹനം എവിടെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് മാനന്തവാടി പോലീസ് മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരം അറിയിച്ചതായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വിഷയം അതീവ ഗൗരവമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന്, അതായത് മന്ത്രിയുടെ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിക്ക് മന്ത്രി നേരിട്ട് തന്നെ നൽകി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. സുജ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് മോഹൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ക്രൂരതയിൽ ഇപ്പോൾ ആദിവാസി യുവാവിന്റെ പ്രതികരണം അടക്കം മുന്നിലുണ്ട്. മാനന്തവാടിയിലാണ് ആദിവാസി യുവാവിനോട് ഈ കൊടും ക്രൂരത കാട്ടിയത്. ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരായ അന്വേഷണം അതിപ്പോൾ ഒരു പരാതിയായി വന്നിട്ടില്ല എന്നതാണ് റിനു സൂചിപ്പിക്കുന്നത്. ദീപക് മോഹൻ, ഒരിക്കൽ കൂടി ദീപക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ റിനു ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം മുന്നിലുണ്ട്. ഇപ്പോൾ ചികിത്സയിലാണ് ഈ ആദിവാസി യുവാവ്. എന്നിട്ടും കൃത്യമായ ഒരു അന്വേഷണത്തിന് പരാതി വേണം എന്ന ഒരു കാര്യത്തിൽ ഊന്നി നിൽക്കുകയാണോ? അന്വേഷണം എവിടെയെങ്കിലും തട്ടി നിൽക്കുകയാണോ? ഇപ്പോൾ മന്ത്രി എന്താണ് പറഞ്ഞത് ദീപക്? സുജി, അതായത് മാനന്തവാടി പോലീസാണ് കേസെടുത്തപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 5 വകുപ്പുകൾ ചുമത്തി വധശ്രമത്തിനും ഒപ്പം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം ഉൾപ്പെടെ പോലീസ് വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ആ FIR നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. കൃത്യമായി ആ വാഹനത്തിൻ്റെ നമ്പർ അടക്കം നമ്മൾ രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് FIR ഇട്ടത്. പക്ഷേ അതിൽ ഈ വാഹനത്തിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല. അതായത് റോഡിൽ നിന്ന് തെറി പറയുകയായിരുന്ന, അസഭ്യം പറയുകയായിരുന്ന ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളെടുത്ത് ചെന്ന് സംസാരിക്കവേ അവർ ഈ മാതൻ്റെ അടുത്ത് കയ്യാങ്കളി നടത്തുകയും പിന്നീട് മാതൻ്റെ ഈ കൈവിരൽ വാഹനത്തിൻ്റെ ഡോറിനിടയ്ക്ക് കുടുങ്ങുകയും വാഹനം മാതനെ വലിച്ചിഴച്ച് 400 മീറ്ററോളം ദൂരത്തിൽ കൊണ്ടുപോകുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഈ വാഹനത്തിൻ്റെ നമ്പറുണ്ട്. RC ഓണറെ ട്രേസ് ചെയ്യുക എളുപ്പമാണ്. ഒരുപക്ഷെ വാഹനം മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ കൂടി ആ വാഹനം ഇന്നലെ ഉപയോഗിച്ചത് ആരാണ്, വാഹനത്തിലുണ്ടായിരുന്ന 4 ആളുകളാണെന്ന് പറയുന്നു. ആ 4 ആളുകൾ ആരാണെന്ന് കണ്ടുപിടിക്കാനും പോലീസിന് എളുപ്പം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതിന്മേലാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധമുയരുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ തന്നെ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മാനന്തവാടി ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതൻ ഇപ്പോൾ തുടരുന്നത്. സുജയ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. 1/2 കിലോമീറ്ററോളമാണ് റോഡിലൂടെ മാതനെ വലിച്ചിഴച്ചത്. ഇതിൽ അന്വേഷണം തുടരുകയാണ്. അന്വേഷണത്തിൽ കുറ്റക്കാരായ ആളുകളിലേക്ക് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന്റെ തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക.